ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 63 ഗോവർദ്ധനോദ്ധാരണം. ശ്ലോകം 3. കുല ഇഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർവിഹതിമിഹ സരുന്ധ്യാത് കോനു വഃ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലദോ ബാലദോർഭ്യാം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കുല ഇഹ ഖലു ഗോത്രോ ദൈവതം ഗോത്ര ശത്രോർവിഹതിം ഇഹ സരുന്ധ്യാത് കോ नु वः സംശയോസ്മിൻ ഇതി സഹസിത വാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതം ഉദമുമൂലോ മൂലദോ ബാലദോർഭ്യാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇഹ ഈ കുലേ ഗോകുലത്തിലെ ഗോപവംശത്തിൽ, ഗോത്ര ഗോവർദ്ധന പർവ്വതം, ദൈവതം ഖലു പരദൈവമാണല്ലോ, സ ആ പർവ്വതം, ഇഹ ഇവിടെ, ഗോത്രശത്രു ഇന്ദ്രനിൽ നിന്നുമുണ്ടായ, വിഹതിം ആപത്ത്, രുന്ധ്യാത് തടയും, വ നിങ്ങൾക്ക്, അസ്മിൻ ഈ വിഷയത്തിൽ, ക ന്നു സംശയ എന്തു സംശയമാണുള്ളത്, ദേവ അല്ലയോ ദേവ, ഇതി ഇപ്രകാരം, സഹസിതവാദി ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ത്വരിതം വേഗം, ബാലദോർഭ്യാം ഇളം കൈത്തണ്ടകൾ കൊണ്ട്, ഗോവർദ്ധനാദ്രിം ഗോവർദ്ധന പർവ്വതത്തെ, മൂലത അടിയിൽ നിന്ന്, ഉദമുമൂല വേരറ്റതാക്കി എടുത്തു, അല്ലെങ്കിൽ വേരോടെ പറിച്ചെടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കുല ഇഹ ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗോത്രോ ദൈവതം ഗോത്രശത്രോർവിഹതിമിഹ ചേർത്ത് ചൊല്ലുമ്പോൾ വി മെല്ലെ ഊന്നി പറയണം. സ രുന്ധ്യാത് ന്ധ്യ നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കോ नु വഹ് അവിടെ വ എന്ന് വിട്ട് ചൊല്ലുകയാണെങ്കിൽ സംശയോസ്മിൻ ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്നുണ്ട്. ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വരിതം ഉദമുമൂലോ ചേർത്തിട്ട് ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം, ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദോർഭ്യാം എന്നുള്ളതിൻ്റെ ഭ്യാം എന്ന് നന്നായിട്ട് ഊന്നി പറയണം. കുല ഇഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർവിഹതിമിഹ സരുന്ധ്യാത് കോ नु वः സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലദോ ബാലദോർഭ്യാം. അടുത്തത് 4ാമത്തെ ശ്ലോകം. തദനു ഗിരിവരസ്യ പ്രോദ്ധൃതസ്യാസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനഥസ്താത് ഉപനിദധദദ്ധ ഹസ്തപത്മേന ശൈലം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദനു ഗിരിവരസ്യ പ്രോദ്ധൃതസ്യാസ്യ താവത് സികതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനു ഗോപാൻ അധസ്താത് ഉപനിദധത് അധസ്ഥ ഹസ്ത പത്മേന ശൈലം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദനു താവത് അതിനുശേഷം, പ്രോധൃതസ്യ നല്ലവണ്ണം ഉയർത്തപ്പെട്ട, അസ്യ ഗിരിവരസ്യ ഈ പർവ്വതശ്രേഷ്ഠൻ്റെ, സികതില മൃദുദേശേ മണൽ നിറഞ്ഞതുകൊണ്ട് മാർദ്ദവമുള്ള ഭാഗത്ത്, ദൂരത അകലെ നിന്നു തന്നെ, വാരിതാപേ വെള്ളം തടയപ്പെട്ട, അധസ്താത് അടിയിൽ,
പരികര പരിമിശ്രാൻ ഉറി കലം തുടങ്ങിയ സാധനങ്ങളോടു കൂടിയ ധേനുഗോപാൻ പശുക്കളെയും ഗോപന്മാരെയും ഉപനിദധത് ഒതുക്കിക്കൊള്ളിച്ച് ഹസ്തപത്മേന കരപങ്കജം കൊണ്ട് ശൈലം പർവ്വതത്തെ അതത്ഥ അങ്ങു ധരിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തദനു ദ എന്നുള്ളത് ദയിലത്തെ, ഗിരിവരസ്യ, പ്രോധൃതസ്യ അസ്യ ചേർത്തിട്ട് പ്രോധൃതസ്യാസ്യ, ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. താവത് സികതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനുഗോപാനധസ്താത്. ധേനു എന്നുള്ളതിൻ്റെ ധേന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധേനുഗോപാനധ എന്നുള്ള ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ ധേനുഗോപാനധസ്താത് എന്ന് വിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഉപ എന്നാണ് ചൊല്ലേണ്ടത്. ഉപനിധ ധ ദ ധ ധ വ്യത്യാസമായിട്ടുള്ള ഉച്ചാരണമുള്ള ധ ദ ധ എന്നൊക്കെ വരുന്നുണ്ട് അടുത്തടുത്ത്, അത് ശ്രദ്ധിച്ചോളൂ. ഉപനിധ എന്നുള്ള ദയിലത്തെ, അടുത്തത് ധ എന്ന് ധനത്തിലെ, അപ്പം അത് നന്നായിട്ട് ഊന്നി പറയണം. ഉപനിധ വീണ്ടും ദ എന്ന്, അത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെ അടുത്തത് ധ എന്ന് ധനത്തിൻ്റെ നന്നായിട്ട് ഊന്നി പറയണം. പിന്നെ അർത്ഥം എന്നൊക്കെ എഴുതുന്ന ധ എന്നാണ്, അതും ഊന്നി പറയാനുള്ളതാണ്. ഉപനിധ ധ അങ്ങനെ വരും. ഹസ്തപത്മേന മ ത മ എന്നാണ്, മേന എന്നുള്ളത്. ഹസ്തപത്മേന ശൈലം അങ്ങനെ നിർത്താം. തദനു ഗിരിവരസ്യ പ്രോധൃതസ്യാസ്യ താവത് സികതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനുഗോപാനധസ്താത് ഉപനിദധ ഹസ്തപത്മേന ശൈലം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.